അമേരിക്ക ഇന്ത്യക്കുള്ള തീരുവ കുറച്ചത് യാദൃച്ഛികമോ? അല്ല, അതിന് പിന്നിൽ ഒരു വലിയ കാരണമുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ കരാർ. യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഡീൽ ഉണ്ടാക്കിയപ്പോൾ വാഷിംഗ്ടണിൽ അലാറം മുഴങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്ന് ഇന്ത്യക്ക് തുറന്നു. അമേരിക്കയുടെ വ്യാപാരം ഒറ്റയടിക്ക് ദുർബലമായി. അതിനുശേഷമാണ് ട്രംപ് ഇന്ത്യയെക്കുറിച്ച് ടോൺ മാറ്റുന്നത്. അതിനുശേഷമാണ് തീരുവ കുറയ്ക്കുന്ന തീരുമാനം വരുന്നത്. ഇത് ഔദാര്യമല്ല, ഇത് സൗഹൃദമല്ല, ഇത് സ്ട്രാറ്റജിക് കമ്പൾഷനാണ്. ഇന്ന് ചോദ്യം ഇതാണ്: യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ കരാർ വന്നില്ലായിരുന്നുവെങ്കിൽ അമേരിക്ക ഇന്ത്യയോട് ഇത്ര മൃദുവായിരിക്കുമായിരുന്നു? ഇന്ത്യ ഒറ്റയ്ക്കല്ലെന്ന് തെളിയിച്ച നിമിഷമാണ് ഈ തീരുവ കുറവ്. ഇന്ത്യ ഈസ് താരിഫ് കിങ് എന്ന് ലോകത്തെ വെല്ലുവിളിച്ച ട്രംപ് ഇന്ന് ഇന്ത്യക്കുള്ള തീരുവ കുറയ്ക്കുന്നു. മദർ ഓഫ് ഓൾ ഡീൽസിൽ പതറിയ മോദി ഇന്ത്യയുമായി ഡാഡി ഓഫ് ഓൾ ഡീൽസിന് സമ്മതം മൂളിയെന്നോ? അല്ല, തിരിച്ചാണ്. ട്രംപാണ് പതറിയത്. ഒടുവിൽ സമ്മതം മൂളേണ്ടി വന്നു. അപ്പോൾ ചോദ്യം ലളിതം: കീഴടങ്ങിയെങ്കിൽ പോളിസി മാറ്റിയത് ആര്? കൈയൊഴിഞ്ഞത് ആര്? മോദി റഷ്യൻ എണ്ണ നിർത്തിയില്ല, സ്വതന്ത്ര വിദേശ നയം വിട്ടില്ല. പക്ഷേ ട്രംപ് ടോൺ മാറ്റി, താരിഫ് മാറ്റി. ട്രംപ് അവകാശപ്പെട്ടു, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തും, അല്ലെങ്കിൽ കുറയ്ക്കും. ഇത് ട്രംപിന്റെ പ്രസ്താവനയാണ്. കരാർ രേഖയോ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രഖ്യാപനമോ അല്ല. രാജ്യ താൽപര്യം അടിയറ വയ്ക്കാത്ത കരാർ എന്ന കേന്ദ്ര പ്രഖ്യാപനത്തിൽ പ്രതിപക്ഷം തൃപ്തരാകാത്തത് എന്തുകൊണ്ട്? ട്രംപിന് കീഴടങ്ങിയെന്ന പ്രതിപക്ഷ ആരോപണത്തിൽ വസ്തുതയുണ്ടോ?